എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ വാങ്ങിച്ചോ, ഞാൻ കാശ് ഉമ്മയ്ക്ക് കൊടുത്തോളാം കേട്ടോ. ഫാത്തിമയോടും റാഫി സംസാരിച്ചു. കല്യാണ ദിവസം എല്ലാവരും ഒരുങ്ങി. റാഫിയുടെ അമ്മാവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കല്യാണ തിരക്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. വീണ്ടും വീണ്ടും വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ എടുത്ത് അമ്മാവൻ ഹെലോ പറഞ്ഞു. പിന്നീട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന അമ്മാവനെയാണ് കണ്ടത്. വാക്കുകൾ ഇടറി. ഫോണ് കയ്യിൽ നിന്ന് താഴേക്ക് വീണു. എന്താ, എന്തു പറ്റി? റാഫിയുടെ ഉപ്പ അമ്മാവനോട് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് പോയി. റാഫിയുടെ ജ്യേഷ്ഠനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മാവൻ പറഞ്ഞു, നമ്മുടെ റാഫി പോയി. എല്ലാവരും ഞെട്ടിത്തരിച്ചു. റാഫിയുടെ ഉമ്മ ബോധരഹിതയായി. ഉപ്പ തളർന്നുകൊണ്ട് സോഫയിൽ ഇരുന്നു. എന്താ എന്റെ മകന് സംഭവിച്ചത്? വിളറിക്കൊണ്ട് ഉപ്പ അമ്മാവനോട് ചോദിച്ചു. അവനും അവന്റെ സുഹൃത്തും ഇന്നലെ മീറ്റിംഗിനായി ഒരു ഹോട്ടലിൽ റൂം എടുത്തതാണ്. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നതാ. രാവിലെ വിളിച്ചപ്പോൾ അവൻ എഴുന്നേൽക്കുന്നില്ല എന്നാ പറയുന്നത്. അമ്മാവൻ പറഞ്ഞു. റാഫിയുടെ ജ്യേഷ്ഠൻ ഉടനെ തന്നെ ആ സുഹൃത്തിനെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു. സൈലന്റ് അറ്റാക്ക് എന്നാണ് ഡോക്ടർ പറഞ്ഞതാണെന്ന് അറിഞ്ഞത്. ഇതെങ്ങനെ ആയിഷയോട് പറയും? എല്ലാവരും പേടിച്ചു നിന്നു. റാഫിയുടെ ഉമ്മയുടെ ഉമ്മയ്ക്ക് വയ്യ എന്ന് കള്ളം പറഞ്ഞു എല്ലാവരും ആയിഷയെ നാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു. ഒന്നും അറിയാതെ ആയിഷ അതെല്ലാം വിശ്വസിച്ചു. എല്ലാവരും കാറിൽ കയറി. അപ്പോഴും റാഫിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിഷ. റാഫിയുടെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആയിഷ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു. റാഫി, ഉമ്മുമ്മക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നീ അറിഞ്ഞോ? പക്ഷെ അതിന് മറുപടി ഒന്നും വന്നില്ല. ആ സമയം കൊണ്ട് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ റാഫിയുടെ മരണവാർത്ത പടർന്നിരുന്നു. ആയിഷ ഇത് നാട്ടിലെത്തുന്നതിനു മുമ്പ് അറിയുമെന്ന ഭയത്താൽ റാഫിയുടെ ഉപ്പ എന്തോ കള്ളം പറഞ്ഞ് ആയിഷയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചു വെച്ചു. കാറ് നാട്ടിലെത്തി. അവരുടെ വീട്ടിലേക്ക് കാറ് തിരിയുന്നത് കണ്ട് ആദ്യം ആയിഷ ഒന്ന് സംശയിച്ചു. വീടിന് മുന്നിൽ അണിനിരന്നു നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഭയന്നുകൊണ്ട് ആയിഷ ചോദിച്ചു, ഉമ്മ എന്താ ഇവിടെ? എനിക്ക് പേടിയാവുന്നുണ്ട്. ഉമ്മ ഒന്നും പറഞ്ഞില്ല. അവൾ പതിയെ കാറിൽ നിന്നും ഇറങ്ങി. ആകെ ഭയന്ന് ചുറ്റും നോക്കി. ഫാത്തിമയെ അവൾ ചേർത്ത് നിർത്തി. ആ തിരക്കിനിടയിൽ നിന്ന് ആരോ പറഞ്ഞു, ആയിഷ, നീ ധൈര്യം കൈവിടരുത്, നമ്മുടെ റാഫി പോയി. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ ആയിഷ നിന്നുപോയി. ഫാത്തിമയെ അവൾ കെട്ടിപ്പിടിച്ചു. കണ്ണുനീർ പോലും വരാതെ അവൾ തരിച്ചു നിന്നു.